നമസ്തേ. ഇന്ന് നമ്മൾ +1 ക്ലാസ്സിലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ 5 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ സ്റ്റെപ്പുകൾ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ചെയ്യുന്നത് ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ P(n) എന്ന് വിളിക്കും. The given statement is P(n). എന്നിട്ട് prove that the statement is true for n is equal to 1 or P(1) is true. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ n-ന് 1 എന്ന് കൊടുത്തിട്ട് നമ്മൾ LHS-ഉം RHS-ഉം ഈക്വൽ ആണെന്ന് കാണിച്ച് P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് assume that P(k) is true. അവിടെ നമ്മൾ ചെയ്യുന്നത് n എല്ലാം മാറ്റി നമ്മൾ k ആയിട്ട് എഴുതി P(k) ട്രൂ ആണെന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പ് then prove that P(k+1) is true. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ P(k+1) കൺസിഡർ ചെയ്തിട്ട് P(k) എന്ന് പറയുമ്പോൾ k ടേംസിന്റെ സം ആയിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ ഒരു നെക്സ്റ്റ് ടേം k+1 ടേമും കൂടെ എഴുതിയിട്ട് ആ സം നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അതായത് P(k+1) നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P(k) is true implies P(k+1) is true. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? P(k) ട്രൂ ആയപ്പോൾ P(k+1) ട്രൂ ആയി. അപ്പോൾ P(1) ട്രൂ ആണെങ്കിൽ P(2) ട്രൂ. P(2) ട്രൂ ആണെങ്കിൽ P(3) ട്രൂ and so on. That is P(1) is true implies P(2) is true, which implies P(3) is true and so on. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore Pn is true for all n belongs to n. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രോബ്ലത്തിലെ സ്റ്റെപ്പുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇനി നമുക്കൊരു 5 പ്രോബ്ലംസ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Prove the following by using the principle of mathematical induction for all n belongs to n. അപ്പോൾ എല്ലാ പ്രോബ്ലവും എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണെന്നാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 + 3 + 3² + 3³ + etc. + 3n - 1 = 3n - 1/2. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ P(n) എന്ന് വിളിക്കണം. ദാറ്റ് ഈസ് P(n) is equal to 1 + 3 + 3² + etc. + 3n - 1 = 3n - 1/2. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ P(n) എന്ന് വിളിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പുട്ട് n is equal to 1. n is equal to 1 എന്ന് പറഞ്ഞാൽ P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ n is equal to 1 കൊടുത്തിട്ട് നമ്മൾ LHS-ഉം RHS-ഉം കാണണം. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം മാത്രം. അപ്പോൾ ഇവിടെ LHS എന്ത് വരും? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ LHS = 1. ഇനി RHS-ഓ? RHS കാണാൻ നമ്മൾ n-ന് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 3(1 - 1/2) which is equal to 3 - 1 2. 2/2 = 1. അപ്പോൾ LHS-ഉം RHS-ഉം നമുക്ക് 1 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? Therefore P(1) is true. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യുമ്പോൾ P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് 1 മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ P(1) നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് പറഞ്ഞത്? അടുത്ത സ്റ്റെപ്പ് assume that P(k) is true. നമ്മൾ P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. P(k) is true. ഇനി എന്താണ് P(k)? P(k) is equal to നമ്മുടെ P(n)ന്റെ n എല്ലാം മാറ്റി k ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 + 3 + 3² + etc. + 3k - 1 = 3k - 1/2. അപ്പോൾ ഇതാണ് P(k) ട്രൂ ആണെന്ന് പറയുമ്പോൾ P(k) = 3k - 1/2 എന്ന് നമുക്ക് കിട്ടും.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസിഡർ പി ഓഫ് കെ പ്ലസ് വൺ. പി ഓഫ് കെ പ്ലസ് വൺ നമുക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ കൺസിഡർ പി ഓഫ് കെ പ്ലസ് വൺ. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ ടേംസിന്റെ സമ്മാണ്. പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഒരു ടേമും കൂടെ വരും. അപ്പൊ ഇവിടെ എന്തായിരുന്നു? പി ഓഫ് കെ 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1. ഇത്രയുമായിരുന്നു പി ഓഫ് കെ. അടുത്ത ടേം എന്ന് പറയുമ്പോഴോ ഈ കെ മാറ്റി കെ പ്ലസ് വൺ ആകുമ്പോൾ അടുത്ത ടേം വരും. അപ്പൊ നോക്കിയേ, കെ മാറ്റി കെ പ്ലസ് വൺ ആക്കുമ്പോൾ കെ പ്ലസ് വൺ മൈനസ് വൺ, ഇത് രണ്ടും ക്യാൻസലായി കെ ആകും. അപ്പൊ പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ അടുത്ത ടേം എന്താണ്? 3 റേസ് ടു കെ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഈ 1 മുതൽ 3 റേസ് ടു കെ മൈനസ് 1 വരെ പി ഓഫ് കെ അല്ലായിരുന്നോ? അതുകൊണ്ട് നമുക്ക് അതിനെ പി ഓഫ് കെ എന്ന് എഴുതി. ബാക്കി എന്താണ്? 3 റേസ് ടു കെ. ഇനി പി ഓഫ് കെ എന്തായിരുന്നു? നമുക്കറിയാം പി ഓഫ് കെ 3 റേസ് ടു കെ മൈനസ് 1 ബൈ 2 പ്ലസ് ഇനി ഒരു ടേം കൊണ്ടുണ്ട് 3 റേസ് ടു കെ, വിച്ച് ഈസ് ഈക്വൽ ടു 3 റേസ് ടു കെ ബൈ 2 മൈനസ് 1 ബൈ 2. ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. പ്ലസ് 3 റേസ് ടു കെ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 1 ബൈ 2 3 റേസ് ടു കെയും ഒരു 1 3 റേസ് ടു കെയും ഉണ്ട്. അപ്പം 1ഉം 1 പ്ലസ് 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3 ബൈ 2 വരും. ഓക്കെ, അപ്പം 1ഉം 1 പ്ലസ് 2ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 ബൈ 2 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? വിച്ച് ഈസ് ഈക്വൽ ടു 3 ബൈ 2 3 റേസ് ടു കെ, 3 ബൈ 2 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 ബൈ 2. ഇനി 3 ഇൻറ്റു 3 റേസ് ടു കെ, 3 ഇൻറ്റു 3 റേസ് ടു കെ എന്ത് വരും? 3 മീൻസ് 3 റേസ് ടു 1 ആണ്. നമുക്കറിയാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എം പ്ലസ് 1 ആണ്, എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 റേസ് ടു 1ഉം കെ ചേരുമ്പോൾ എന്ത് വരും? 3 റേസ് ടു കെ പ്ലസ് 1 ആകും. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 3 റേസ് ടു കെക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 3 റേസ് ടു കെ പ്ലസ് 1 ബൈ 2 മൈനസ് അടുത്തതൊരു 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ബൈ 2. നോക്കിയാൽ പി ഓഫ് കെ ആയിരുന്നപ്പോൾ 3 റേസ് ടു കെ മൈനസ് 1 ബൈ 2 ആണ്. അന്നേരം പി ഓഫ് കെ പ്ലസ് 1 എന്ത് വരും? കെക്ക് പകരം കെ പ്ലസ് 1 വരും. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ബൈ 2. അപ്പോൾ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1ഉം എന്താണെന്ന് കിട്ടി? പി ഓഫ് കെ പ്ലസ് 1ഉം നമുക്ക് ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് പി ഓഫ് കെ ട്രൂ ഇംപ്ലൈസ് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ. അപ്പൊ കെക്ക് ട്രൂ ആണെങ്കിൽ കെ പ്ലസ് 1ന് ട്രൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് 1 ട്രൂ. പി ഓഫ് 1 ട്രൂ ഇംപ്ലൈസ് എന്താണ്? 1ന് ട്രൂ ആണെങ്കിൽ എന്തിന് ട്രൂ ആണ്? 2വിന് ട്രൂ ആണ്. ഇനി 2വിന് ട്രൂ ആണെങ്കിലോ 3ക്ക് ട്രൂ ആണ്. അപ്പൊ പി ഓഫ് 1 ട്രൂ ആണെങ്കിൽ പി ഓഫ് 2 ട്രൂ, പി ഓഫ് 2 ട്രൂ ആണെങ്കിൽ പി ഓഫ് 3 ട്രൂ ആൻഡ് സോ ഓൺ. അങ്ങനെ നമുക്ക് എല്ലാം എന്താണെന്ന് എഴുതാം? ട്രൂ ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അതായത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പി എൻ ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ബൈ 4. നമുക്കിവിടെ എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നമുക്ക് പി ഓഫ് എൻ എന്ന് വിളിക്കാം. ലെറ്റ് പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ബൈ 4. തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ പി ഓഫ് എൻ എന്ന് വിളിച്ചു. ഇനി പുട്ട് n ഈസ് ഈക്വൽ ടു 1, പുട്ട് n ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എൽ എച്ച് എസ് എന്ത് വരും? എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഒരു ടേം 1 ഇൻറ്റു 2 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 6.
ഇനി നമുക്ക് RHS നോക്കാം. RHS is equal to n into 1 into 1 plus 1 into 1 plus 2 into 1 plus 3 by 4, which is equal to 1 into 2 into 3 into 4 by 4. 4ഉം 4ഉം ക്യാൻസൽ ആയി നമുക്ക് എത്ര കിട്ടി? 6. അപ്പോൾ LHSഉം 6 കിട്ടി, RHSഉം 6 കിട്ടി. Therefore നമുക്ക് എന്ത് എഴുതാം? PF1 is true. ഇത്ര എഴുതിയാൽ നമുക്ക് 1 മാർക്ക്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് എഴുതും? Assume that P of K is true. That is, P of K is equal to 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus K into K plus 1 into K plus 2 equal to K into K plus 1 into K plus 2 into K plus 3 by 4. P of K എന്ന് പറഞ്ഞാൽ നമ്മൾ n എല്ലാം മാറ്റി എന്താക്കി? K ആക്കി. ഇനി എന്താണ്? കൺസിഡർ P of K plus 1. P of K plus 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus K into K plus 1 into K plus 2 into K into K plus 1 into K plus 2 വരാം. ഇപ്പോൾ P of K ആയി. ഇനി ഒരു ടേമും കൂടെ വരത്തില്ലേ? അടുത്ത ടേം എന്താണ്? K എല്ലാം മാറി K plus 1 ആകും. അപ്പോൾ ഈ ഫസ്റ്റ് ടേം K plus 1, അടുത്തത് K plus 2, K plus 3. അപ്പോൾ അടുത്ത ടേം എന്താണ്? K plus 1 into K plus 2 into K plus 3. അതാണ് അടുത്ത ടേം. ഇനി ഈ ഇവിടം മുതൽ ഇവിടം വരെ നമുക്ക് എന്താണ്? P of K ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്താണ് കിട്ടുന്നത്? K into K plus 1 into K plus 2 into K plus 3 by 4 plus അടുത്ത ടേം എന്താണ്? K plus 1 into K plus 2 into K plus 3. ഇവിടെ നോക്കിയാൽ രണ്ട് ടേമിൽ എന്തുണ്ട് കോമൺ? K plus 1ഉം K plus 2ഉം K plus 3യും കോമൺ. നമുക്ക് ആ ടേം കോമൺ ആയിട്ട് എടുക്കാം. P of K plus 1 is equal to K plus 1 into K plus 2 into K plus 3. ഇനി ബാക്കി എന്താ ഉള്ളത്? ഫസ്റ്റ് ടേമിൽ K by 4 ഉണ്ട്, സെക്കൻഡ് ടേമിൽ എല്ലാ ടേമും പുറത്ത് വന്നത് കൊണ്ട് +1. ഇനി ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? K plus 1 into K plus 2 into K plus 3 into K plus 4 by 4. ഓക്കെ, P of K ആയപ്പോൾ K into K plus 1 into K plus 2 ആയിരുന്നു, ഇൻറ്റു K plus 3 by 4 ആയിരുന്നു ഇല്ലേ? ഇപ്പോൾ P of K plus 1 ആയപ്പോൾ നമ്മൾ K എല്ലാം എന്തായിട്ട് മാറി? Kയുടെ സ്ഥാനത്ത് K plus 1 ആയി, K plus 1 K plus 2 ആയി, K plus 2 K plus 3 ആയി, K plus 3 K plus 4 ആയി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? P of K plus 1 is true. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് P of K true ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P of K plus 1 true ആണെന്ന് കിട്ടി. That is, P of 1 true implies P of 2 true implies P of 3 true and so on. Therefore, നമുക്ക് എന്ത് എഴുതാം? Pn is true for all n element of n. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. P of K plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഒരുപോലെ ആയിരിക്കും. P of n is equal to 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus n into 2 raised to n equal to n minus 1 into 2 raised to n plus 1 plus 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ Pn എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ്? P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം.
അതിനുവേണ്ടി put n is equal to 1. n-ന് 1 കൊടുക്കുമ്പോൾ LHS എന്ത് വരും? LHS തന്നെ ഒരു ടേം എന്ന് പറഞ്ഞാൽ 1 into 2 which is equal to 2. ഇനി RHS എന്ത് വരും എന്ന് നോക്കിയേ. RHS is equal to n minus 1, 1 minus 1 into 2 raised to 1 plus 1 plus 2. 1 minus 1 0 ആണ്. അതുകൊണ്ട് നമുക്ക് 0 plus 2 which is equal to 2. LHS ഉം RHS ഉം നമുക്ക് 2 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P of 1 is true. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? Assume that P of k is equal to 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus k into 2 raised to k. n എല്ലാം മാറ്റി k ആക്കി equal to k minus 1 into 2 raised to k plus 1 plus 2 is true. P of k true ആണെന്ന് നമ്മൾ assume ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൺസിഡർ P of k plus 1. P of k plus 1 is equal to P of k അതുപോലെ എഴുതുക plus etc. plus k into 2 raised to k. P of k എഴുതിയിട്ട് ഇനി നമുക്ക് ഒരു ടേമും കൂടെ വേണം. ഒരു ടേം അടുത്ത ടേം എങ്ങനെയാണ് ആക്കുന്നത്? P of k plus 1 എന്ന് പറയുമ്പോൾ k എല്ലാം മാറ്റി k plus 1 ഇട്ട് അടുത്ത ടേം. അപ്പോൾ kക്ക് പകരം k plus 1 into 2 raised to k plus 1 which is equal to first k ടേംസിന്റെ സം എന്താണ്? P of k ആണ്. അതായത് ഇവിടെ P of k plus 1 into 2 raised to k plus 1. ഇവിടെ P of k എന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല. നമുക്കതിൻ്റെ ആൻസർ എഴുതിയാലും മതി. ആൻസർ എന്താണ്? k minus 1 into 2 raised to k plus 1 plus 2 plus അടുത്ത ടേം എന്താണ്? k plus 1 into 2 raised to k plus 1. അപ്പോൾ ഈ രണ്ട് ടേമിലും 2 raised to k plus 1 കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ട് ടേമിൽ നിന്നായിട്ട് എന്ത് കോമൺ എടുക്കാം? 2 raised to k plus 1 കോമൺ എടുക്കാം. ബാക്കി എന്തുണ്ടെന്ന് നോക്കി. ഇവിടെ 2 raised to k plus 1 പോയിട്ട് ബാക്കി k minus 1. ഈ ടേമിൽ എന്തുണ്ട്? k plus 1. അപ്പോൾ അത് രണ്ടും എഴുതിയിട്ട് ഒരു പ്ലസ് 2 കൂടെ നമ്മൾ ഇടുക. അപ്പോൾ 2 raised to k plus 1 ഉള്ള രണ്ട് ടേമിൽ നിന്നാണ് നമ്മൾ കോമൺ എടുത്ത. ബാക്കി എന്തുണ്ട്? k minus 1 പ്ലസ് അടുത്ത ടേമിൽ k plus 1 പ്ലസ് 2. ഇവിടെ നോക്കി ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ആയിട്ട് എന്ത് വന്നു? 2 raised to k plus 1 പ്ലസ് k plus k 2k. അപ്പോൾ നമുക്ക് P of k plus 1 എന്താണ് വന്നത്? P of k plus 1 is equal to നമ്മൾ 2 raised to k plus 1 കോമൺ എടുത്തു. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വന്നു? ഒരു 2 വന്നു. നമുക്ക് P of k minus 1 into 2 raised to k plus 1 plus 2 എന്നായിരുന്നു. അന്നേരം നമുക്ക് ഇവിടെ k plus 1 ഇടുമ്പോൾ എന്താണ് വരേണ്ടുന്നത്? ഈ k minus 1 എന്നുള്ളത് നമുക്ക് എന്താവണം? k ആകണം. ഇനി k plus 2 raised to k plus 1 എന്താവണം? 2 raised to k plus 2 ആകണം plus 2. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. k into 2 raised to k plus 2 plus 2. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? P of k plus 1 is equal to 2 raised to k plus 1 into ആ k plus k എന്ത് വന്നു? 2k plus 2 which is equal to k into 2 raised to k plus 1 into 2 x raised to m into x raised to n. അതായത് 2 raised to k plus 1 into 2. 2 means 2 raised to 1. അപ്പോൾ അതെന്ത് വരും? 2 raised to k plus 2 ആകും. That is k into 2 raised to k plus 2 plus 2. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ ആയില്ലേ? അപ്പോൾ P of k plus 1 is true. That is ഇത് ബാക്കിയൊക്കെ നമുക്ക് എന്ത് എഴുതാം? P of k true implies P of k plus 1 true. That is P of 1 true implies P of 2 true, which implies P of 3 true and so on. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore
P of n is true for all n belongs to n. Okay. P of n is equal to 1 by 2 into 5 plus 1 by 5 into 8 plus 1 by 8 into 11 plus etc. plus 1 by 3n minus 1 into 3n plus 2 is equal to n by 6n plus 4. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? n-ന് 1 എന്ന് കൊടുക്കണം. Put n is equal to 1. അപ്പോൾ LHS എന്ത് വരും? LHS is equal to ഒരു ടേം 1 by 2 into 5 which is equal to 1 by 10. ഇനി RHS നമുക്ക് നോക്കാം. n-ന് പകരം 1 കൊടുത്ത് എന്ത് വരും? 1 by 6n plus 4. 6 into 1 plus 4 which is equal to 1 by 6 plus 4 എന്താണ്? 10. അപ്പോൾ ഇവിടെ ഈ LHS ഉം RHS നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P of 1 is true. പരീക്ഷയ്ക്ക് P of 1 പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് 1 മാർക്കാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ്? Assume that P of K is true. P of K is true എന്ന് പറഞ്ഞാൽ എന്ത് വരും? P of K is equal to 1 by 2 into 5 plus 1 by 5 into 8 plus 1 by 8 into 11 plus etc. plus 1 by n എല്ലാം മാറ്റി k ആക്കി പറഞ്ഞേ 3n-ന് പകരം 3k minus 1 into 3k plus 2 equal to n k ആക്കുമ്പോൾ k by 6k plus 4. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ജോലി എന്താണ്? കൺസിഡർ P of k plus 1. P of k plus 1 is equal to, അപ്പോൾ ഈ P of k അതുപോലെ എഴുതും ഇല്ലേ? അപ്പോൾ നമുക്ക് ആ P of k അങ്ങ് എഴുതാം. ഏതാണ്? P of kയുടെ സം k by 6k plus 4 എന്ന് എഴുതി. അതായത് ഇവിടം മുതൽ ഇവിടം വരെ ഉള്ള സം നമ്മൾ എഴുതി. പ്ലസ് ഇനി ഒരു ടേമും കൂടെ വേണ്ടേ? ആ ടേം എങ്ങനെ എഴുതണ്ടേ? ഈ ടേമിനെ P of kയുടെ ലാസ്റ്റ് ടേമിൻ്റെ k എല്ലാം k plus 1 ആക്കണം. അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം നമുക്ക്. ഈ k plus 1 ആക്കുമ്പോൾ നോക്കിയാൽ 3 into k plus 1 minus 1 അങ്ങനെയല്ലേ? k plus 1 ആക്കിയ പിന്നെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയേ 3k plus 3 minus 1 എന്ന് പറഞ്ഞാൽ 3k plus 2 ആകും. അപ്പോൾ ഈ 3k minus 1-ന് പകരം ഈ 3k minus 1-ന് പകരം kക്ക് k plus 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം എന്താണ്? 3k plus 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം എന്താണ്? 1 by 3k plus 2. ഇനി അടുത്ത kക്ക് പകരം k plus 1 എന്നാക്കി. ഇവിടെ kക്ക് പകരം k plus 1 ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ kക്ക് പകരം k plus 1 ആകുമ്പോൾ 3 into k plus 1 plus 2. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? 3k plus 3 plus 2 എന്ന് പറഞ്ഞാൽ 3k plus 5 ആകും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടുത്തെ അടുത്ത ടേം എന്താണ്? 3k plus 5 ആണ്. അപ്പം 1 ഫസ്റ്റ് ടേം തൊട്ട് P of k വരെ എഴുതിയിട്ട് k plus 1 ടേം നെക്സ്റ്റ് ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്ത്? k എല്ലാം k plus 1 ആക്കി. അപ്പോൾ ഇവിടെ നമ്മൾ kക്ക് പകരം k plus 1 ആക്കിയപ്പോൾ 3k plus 2 എന്ന് കിട്ടി. ഇവിടെ kക്ക് പകരം k plus 1 ആക്കിയപ്പോൾ 3k plus 5 എന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടുന്നത്? ഇവിടെ നോക്കിയേ, k എന്നുള്ളത് k plus 1 ആകണം. നമുക്ക് കിട്ടേണ്ട ആൻസർ k മാറി k plus 1 ആകണം. ഇവിടെ എന്ത് വേണം? ഈ k മാറി k plus 1 ആകണം. ഇവിടെ k plus 1 ആകുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 6k plus 6 that is 6k plus 10. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? k plus 1 by 6k plus 10 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഈ ഫസ്റ്റ് ടേമിൽ നിന്നൊരു 2 കോമൺ എടുത്തൂടെ? ഫസ്റ്റ് ടേമിൽ നിന്നൊരു 2 കോമൺ എടുത്താൽ അവിടെ എന്താകും? k by 2 into 3k plus 2 plus 1 by 3k plus 2 into 3k plus 5 which is equal to, രണ്ട് ടേമിലും എന്തുണ്ട് കോമൺ? നോക്കിയാൽ 1 by 3k plus 2 രണ്ട് ടേമിലും കോമൺ ഇല്ലേ? അപ്പം അത് നമുക്ക് പുറത്തെടുക്കാം. 1 by
3k പ്ലസ് 2 കോമൺ എടുത്തു. ബാക്കി ഇപ്പൊ ഫസ്റ്റിൽ 1/3k പ്ലസ് 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? k/2 അല്ലേ? അപ്പൊ ബാക്കി k/2 പ്ലസ് ഇനി സെക്കൻഡ് ടൈമിൽ 1/3k പ്ലസ് 2 കോമൺ എടുത്താൽ ബാക്കി എന്താണ്? 3k പ്ലസ് 5. 1/3k പ്ലസ് 5 which is equal to 1/3k പ്ലസ് 2 into ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ? k into 3 ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായി ഇവിടെ മുകളിൽ? 3k² പ്ലസ് 5k പ്ലസ് ഇനി ഇവിടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2 ബൈ ഡിനോമിനേറ്ററിൻ്റെ LCM 2 into 3k പ്ലസ് 5. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമുക്ക് വേണ്ട ആൻസർ എന്തായിരുന്നു? k പ്ലസ് 1 ബൈ എന്തായിരുന്നു? 6k പ്ലസ് 10 ആയിരുന്നു നമുക്ക് വേണ്ട ആൻസർ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഈക്വൽ ടു ഇതങ്ങ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചില കേസിൽ മാത്രം നമ്മുടെ അര മാർക്ക് പോകും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതി വെക്കുക? k പ്ലസ് 1 ബൈ 6k പ്ലസ് 10. നിങ്ങൾക്ക് PFKയിൽ k എല്ലാം മാറ്റി k പ്ലസ് 1 ഇട്ട് ആൻസർ കണ്ടുപിടിച്ചങ്ങ് എഴുതി വെച്ചാലും മതി. ഇനി നമുക്കിത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിയ PFK പ്ലസ് 1 എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയ PFK പ്ലസ് 1. നമുക്ക് കിട്ടേണ്ട ആൻസർ നമ്മുടെ മനസ്സിലുണ്ട്. k പ്ലസ് 1 ബൈ 6k പ്ലസ് 10 ആണ് നമുക്ക് കിട്ടേണ്ടുന്നത്. ഇനി ഇതിനെ എങ്ങനെ ഇതാക്കാം? നമുക്ക് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6k പ്ലസ് 10. അപ്പോൾ 2ഉം 3k പ്ലസ് 5ഉം നമുക്ക് വേണം ഇല്ലേ? ഇനി ഏത് വേണ്ട? 3k പ്ലസ് 2 വേണ്ട. അതുപോലെ മുകളിൽ എന്ത് വരണം? ഒരു k പ്ലസ് 1 വരണം. അപ്പോൾ നമുക്ക് മുകളിൽ ഒരു k പ്ലസ് 1 വരണം. ഈ താഴെയുള്ള 3k പ്ലസ് 2 വേണ്ട. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകണം. ഓക്കെ, നിങ്ങൾ മനസ്സിലായോ? ഊഹിച്ചെഴുതുന്നത് മനസ്സിലായോ? ഒരു k പ്ലസ് 1 നമ്മുടെ ആൻസറിൽ വരണം. അതുകൊണ്ട് മുകളിൽ ഒരു k പ്ലസ് 1 എഴുതുക. ഇനി ഇവിടെ 3k പ്ലസ് 2 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോകണം. അതിനുവേണ്ടി മുകളിൽ എന്ത് വരണം? ഒരു 3k പ്ലസ് 2 വരണം. ഓക്കെ, ബൈ ഇത് ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയുള്ളൊരു 3k പ്ലസ് 2 ഇവിടെ ഉണ്ട്. ഇനി 2 കൊണ്ട് ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ എന്ത് വരും? 6k പ്ലസ് 10 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് വേണ്ട ആൻസർ കിട്ടും. ഇനി ടീച്ചർ ഇവിടെ 3k² പ്ലസ് 5k പ്ലസ് 2ന് പകരം ഇതെടുത്ത് എഴുതിയില്ലേ? k പ്ലസ് 1 ഇൻറ്റു 3k പ്ലസ് 2 എന്ന്. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 3k ഇൻറ്റു k 3k² പ്ലസ് ഇനി 1 ഇൻറ്റു 3k 3k പ്ലസ് ഇനി k ഇൻറ്റു 2 2k പ്ലസ് 2 ദാറ്റ് ഈസ് 3k² പ്ലസ് 5k പ്ലസ് 2. നോക്കിയേ, ഈ രണ്ട് ടേമും കൂടെ ഈ രണ്ട് ഫാക്ടേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടിയില്ലേ? അപ്പോൾ ശരിക്കും ഫാക്ടറൈസ് ചെയ്യുകയാണ് ടീച്ചർ ഇവിടെ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ടീച്ചർ ഊഹിച്ചെഴുതാനായിട്ടൊരു കാര്യം പറഞ്ഞ എന്താണ്? ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ട എളുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസറുമായിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യുക. k പ്ലസ് 1 വരണം. അപ്പോൾ അതുകൊണ്ടൊരു k പ്ലസ് 1 എഴുതി. ഈ ഡിനോമിനേറ്ററിൽ 3k പ്ലസ് 2 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകണം. അതുകൊണ്ട് ഇവിടെ ഒരു 3k പ്ലസ് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് നമുക്കുള്ള ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എന്നിട്ട് താഴെയുള്ളത് അതുപോലെ എഴുതിയപ്പോൾ നമുക്ക് എന്ത് തോന്നി? ഇത് രണ്ടും ക്യാൻസലായി. ഈ 2 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6k പ്ലസ് 10 അതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ബൈ 6k പ്ലസ് 10 ഈസ് ട്രൂ. അപ്പോൾ PFK പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടി. ഇനി ബാക്കിയെല്ലാം നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതാം. എന്താണ്? PFK ട്രൂ ഇംപ്ലൈസ് PFK പ്ലസ് 1 ട്രൂ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? PF1 ട്രൂ, PF2 ട്രൂ, PF3 ട്രൂ and so on. Therefore, PFN is true for all n belongs to n. Okay,
P of n is equal to 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus 1 by 3 into 4 into 5 plus etc. plus 1 by n into n plus 1 into n plus 2 equal to n into n plus 3 by 4 into n plus 1 into n plus 2. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടുന്നത്? ആദ്യം നമുക്ക് n-ന് പകരം 1 കൊടുക്കാം. Put n is equal to 1. അപ്പോൾ LHS എന്ത് വരും? LHS is equal to 1 by 1 into 2 into 3 which is equal to 1 by 6. RHS എന്ത് വരും എന്ന് നോക്കാം. RHS equal to 1 into 1 plus 3 എന്നിനെല്ലാം പകരം 1 കൊടുത്തു. 4 into 1 plus 1 into 1 plus 2 equal to 4 by 4 into 2 into 3. 4ഉം 4ഉം ക്യാൻസൽ ആയി 1 by 6. അപ്പോൾ RHS LHS നമ്മൾക്ക് ഈക്വൽ ആയി. Therefore, P of 1 is true. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? Assume that P of k is true. P of k is true. That is, P of k is equal to, നമുക്ക് എന്ത് എഴുതാം? 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus etc. plus 1 by n into, ഇവിടെ n-നെല്ലാം പകരം എന്ത് കൊടുക്കണം? k കൊടുക്കണം. ഓക്കെ, അപ്പം 1 by k into k plus 1 into k plus 2 equal to k into k plus 3 by 4 into k plus 1 into k plus 2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പൊ നമ്മൾ P of k ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൺസിഡർ P of k plus 1. P of k plus 1 is equal to 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus etc. plus 1 by n into n plus 1. ഇവിടെ n അല്ല k ആണ്. അപ്പോൾ 1 by k into k plus 1 into k plus 2 plus ഇതിപ്പോൾ P of k വരെ ആയുള്ളൂ ഇല്ലേ? അപ്പൊ അടുത്ത ഒരു ടേം എങ്ങനെ എഴുതുന്നത്? അടുത്ത ടേം എന്ന് പറഞ്ഞാൽ k എല്ലാം മാറ്റി k plus 1. അപ്പൊ നമുക്ക് എന്ത് വരും? 1 by k പകരം k plus 1. k plus 1-ന് പകരമോ k plus 2. k plus 2-ന് പകരമോ k plus 3 which is equal to, അപ്പൊ ആദ്യത്തെ k ടേംസിന്റെ സം എന്താണ് നമ്മൾ നേരത്തെ കണ്ടത്? k into k plus 3 by 4 into k plus 1 into k plus 2 plus 1 by k plus 1 into k plus 2 into k plus 3. ഇനി രണ്ട് ടേമിൽ നിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടോ എന്ന് നോക്കിയേ. ഒരു k1 by k plus 1 k plus 2 കോമൺ ഉണ്ട്. അപ്പം നമുക്കത് കോമൺ എടുത്താൽ 1 by k plus 1 into k plus 2, ബാക്കി എന്തുണ്ട്? മുകളിൽ k into k plus 3. That is k square plus 3k by 4 plus 1 by, ഇവിടെ എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? k plus 3 which is equal to 1 by k plus 1 into k plus 2. ഇവിടെ നമുക്ക് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു? k plus 3 കൊണ്ട് ഇവിടെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിൽ എന്ത് വരും? k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് അടുത്ത വീണ്ടും എന്ത് വരും? 3k സ്ക്വയർ പ്ലസ് 9k. ഓക്കെ, ഇനി ഇവിടെ എന്തൊരു? പ്ലസ് 4. അതായത് ഈ 4 കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് k plus 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ബൈ, ഇത് നമുക്ക് ഇവിടെ നിന്നുള്ള 4 into k plus 3 k ക്യൂബ് പ്ലസ്
6k square plus 9k plus 4 by 4 into k plus 1 into k plus 2 into k plus 3 which is equal to, അപ്പോൾ നമുക്ക് മുകളിൽ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്, അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുന്നതിൻ്റെ എളുപ്പമാർഗമാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. നമുക്ക് വേണ്ട ആൻസറിൽ 4 വേണം, 4ഉം k plus 2ഉം k plus 3ഉം വേണം, k plus 1 വേണ്ട. അപ്പോൾ ഈ k plus 1 ക്യാൻസൽ ആകണമെങ്കിൽ മുകളിൽ എന്ത് വേണം? മുകളിൽ ഒരു k plus 1 വരണം. ഇനി നമുക്ക് ആൻസറിൽ എന്തൊക്കെ വരണം? ഇവിടെ ഒരു k മാറി k plus 1 വരണ്ടേ? അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ എന്ത് വരണം? ഒരു k plus 1 വരണം. ഇനി k plus 3 മാറി എന്താവണം? k plus 4 ആകണം. നിങ്ങൾ ഈ മുകളിലത്തെ മൂന്നും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇവിടെ k into k into k, k ക്യൂബ്. അതുപോലെ ഇവിടെ k സ്ക്വയർ വരുന്ന ടൈം നോക്കേ, ഒരു k സ്ക്വയർ, പിന്നെ നമുക്കൊരു 4k സ്ക്വയർ, വീണ്ടും ഒരു k സ്ക്വയർ. ഈ മുകളിലത്തതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തേർഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. അത് പക്ഷെ നമ്മൾ അസ്യൂം ചെയ്ത് എഴുതുകയാണ്. എന്താണ്? ക്യാൻസൽ k plus 1 ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മുകളിലൊരു k plus 1 ഇട്ടു. ഇത് നമുക്ക് ആൻസറിൽ ഒരു k plus 1ഉം k plus 4ഉം വരണം, അത് നമ്മൾ ഇവിടെ ഇട്ടു. ഇത് അപ്പോൾ നമ്മൾ തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ 3 ഫസ്റ്റ് ഡിഗ്രി ആക്കി എഴുതി. എന്നിട്ട് ബാക്കി എന്തുണ്ട്? 4 into k plus 1 into k plus 2 into k plus 3. ഇവിടെ എന്തൊക്കെ? k plus 1 ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് എന്താണ് വരുന്നത്? k plus 1 into k plus 4 by 4 into k plus 2 into k plus 3. അപ്പോൾ ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി k plus 1 into k plus 1 into k plus 4 ഇതാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകണ്ടേ? അപ്പോൾ അത് ടീച്ചർ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതായത് നമ്മൾ ഈ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈ 3 ഫാക്ടേഴ്സ് വരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്ത് ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരുന്നു? k plus 1 into അല്ലെങ്കിൽ k plus 1 the whole square into k plus 4. രണ്ട് k plus 1 വരുമ്പോൾ നമുക്ക് k plus 1 the whole square എന്ന് എഴുതാം. which is equal to, ഫസ്റ്റിൽ നമ്മൾ a plus b the whole square ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കേ, k square plus 2k plus 1 into k plus 4. അതിനെ ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്തേ, k square into k, k ക്യൂബ് പ്ലസ് ഇനി 2k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k square പ്ലസ് k പ്ലസ് അടുത്തത് 4k square plus 8k plus 4 which is equal to k cube plus 6k square plus 9k plus 4. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ടീച്ചർ ചെയ്ത് കാണിച്ചതാണ്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾ അസ്യൂം ചെയ്ത് അതിൻ്റെ 3 ഫാക്ടേഴ്സ് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പം നമുക്കിവിടെ എന്ത് നമ്മൾ പ്രൂവ് ചെയ്തു? പി ഓഫ് കെ ട്രൂ ഇംപ്ലൈസ് എന്തെന്ന് കിട്ടി? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് 1 ട്രൂ which implies p of 2 true which implies p of 3 true and so on. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore p of n is true for all n belongs to n. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.